ട്രീറ്റ്മെന്റ് ഒരു മേക്കപ്പും ഇല്ലാതെ എന്ത് ലുക്കാടോ താൻ? എത്ര ദിവസം ഈസിലി എത്തും, അവിടുന്ന് ചാർജ് ചെയ്യട്ടാ മതി. എന്റെ ചോദ്യത്ത് നിന്ന് അങ്ങനെ തെന്നി മാറാന്ന് വിചാരിക്കണ്ട. എന്ത് ലുക്കാടോ താൻ? എന്നാലും ഇതിന്റെ ഇടയിൽ പോയി ഞാനൊരു അക്രമം കാണിച്ചായിരുന്നു. ഞാൻ എന്റെ മുടിയുടെ കളറൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു കേട്ടോ. നമുക്ക് ജന്മന വലിയ സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് ഉള്ള സൗന്ദര്യം നശിപ്പിക്കാൻ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. ഞാന് നാട്ടിൽ പോയി തിരിച്ചെത്തിയതിനു ശേഷം എനിക്ക് മൊത്തത്തിലൊരു ചേഞ്ച് വേണമെന്നൊരാഗ്രഹം. അങ്ങനെ ചേഞ്ചുമായി ഞാൻ ചെന്ന് കയറിയത് ഒരു ബാർബർ ഷോപ്പിലായിരുന്നു. അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച ചേഞ്ച് ആദ്യത്തെ കളറിൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഞാൻ അവർക്ക് സമാധാനം സൗകര്യം കൊടുക്കാതെ വീണ്ടും ഒരാഴ്ചയിൽ അവിടെ പോയി വീണ്ടും എന്റെ മുടിയുടെ കളറൊക്കെ ഒന്ന് മാറ്റിയിരിക്കുകയാണ്. ഇത് മുഴുവൻ നമ്മൾ ലുക്സിന് വേണ്ടിയൊന്നുമല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മുടിയിലും ഒക്കെ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് കയ്യും കാലൊന്നും മുറിച്ച് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മുടിയൊക്കെ മുറിച്ച് കിട്ടുന്ന ഒരു ചെറിയ ചേഞ്ച്, ഒരു ചെറിയ സമാധാനം, ഒരു മനസ്സുഖം, അവിടെ പോയിരുന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ സന്തോഷ സമാധാനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് നമ്മുടെ വ്ളോഗ് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് എൻ്റെ വട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. കാരണം മുടി കുറച്ച് വലുതാക്കുമ്പോൾ അത് കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യേണ്ടി ഞാൻ അപ്പം തന്നെ പോയി മുറിക്കുന്ന ഒരു ചെറിയ പ്രശ്നം എനിക്കുണ്ട്. അപ്പം എന്തായാലും ആ ഒരു പ്രശ്നം ഞാൻ എൻജോയ് ചെയ്യുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് നോട്ട് ഫോർ ഭംഗി, ദിസ് ഇസ് ഫോർ എ സമാധാനം നമ്മൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്തായാലും അതവിടെ ഞാൻ പാർക്ക് ചെയ്യുന്ന ഒരു ടോപ്പിക്ക്. ഞാനും വിഷ്ണുവും കൂടെ ഇപ്പം നേരെ പോകുന്നത് ആംസ്റ്റർഡാമിലോട്ടാണ്. എന്താണ് ആംസ്റ്റർഡാമിലോട്ട് പോകുന്ന ഉദ്ദേശം? ഊമയാണോ? നമ്മൾ ആംസ്റ്റർഡാമിലോട്ട് പോകുന്നതിന്റെ ഉദ്ദേശം ഒരു 3 ദിവസം കഴിഞ്ഞ് എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് നവംബർ മാസം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ? വിഷ്ണുവിന് മാർച്ച് സ്പെഷ്യലാണോ? വിഷ്ണുവിന് ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറയുമ്പോഴാണ് വിഷ്ണു ഓർക്കാറ്. അപ്പൊ എനിക്ക് നവംബർ കുറച്ച് സ്പെഷ്യലാണ്. മുന്നേ ചെറിയ കുട്ടിയായിരുന്ന സമയത്തൊക്കെ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഈ നവംബർ ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ അടിവയറ്റിൽ മഞ്ഞ് വീണ അവസ്ഥയായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ അത്രയൊന്നുമില്ല. പക്ഷെ എന്നാലും എക്സൈറ്റ്മെന്റ് വിടാതെ കൈ പിടിക്കുന്ന ഒരു ദിവസം വർഷത്തിൽ ഇപ്പോഴും അറിയണമെന്നുണ്ടെങ്കിൽ നവംബർ 14th ആണ് എൻ്റെ ബർത്ത്ഡേ. ഈ ബർത്ത്ഡേക്ക് കുറച്ചധികം സ്പെഷ്യാലിറ്റികളുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ നമ്മുടെ ബർത്ത്ഡേയുടെ ഒരു ദിവസം ഞാൻ ചെറിയ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കുമല്ലോ. ഇതായിരിക്കുമല്ലോ എൻ്റെ പരിപാടി. അപ്പോൾ ആ ദിവസം ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം ഇന്ന് നമ്മൾ പോകുന്നത് എല്ലാ കൊല്ലവും മുടങ്ങാതെ ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. അത് ചെറിയ കുട്ടി വന്ന സമയം തൊട്ടിട്ട് കഴിഞ്ഞ ബർത്ത്ഡേ വരെ ചെയ്തിട്ടുണ്ട്. എല്ലാ ബർത്ത്ഡേക്കും ഒരു പേര് പുതിയ ഡ്രസ്സ് എടുക്കാറുണ്ട്. അപ്പോൾ അല്ലാതെ എടുക്കാറില്ല എന്നല്ല കേട്ടോ. പക്ഷെ എന്നാലും ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു പുതിയ ഡ്രസ്സ് എടുക്കാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാനും വിഷ്ണുവും കൂടെ പോവാണ്. ഇത്തവണ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് വിഷ്ണുവാണ് അല്ലേ? മൊബൈലിൽ നോക്കി വണ്ടി ഓടിക്കുന്നോ? അപ്പോൾ ഇത്തവണ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് വിഷ്ണുവാണ്. നമ്മളതിന് വേണ്ടിയിട്ട് ആംസ്റ്റർഡാമിൽ പോവുകയാണ്. അത് കഴിഞ്ഞ് എൻ്റെ കണ്ണട ഭയങ്കര ബോറാണെന്ന് എനിക്കും തോന്നാറുണ്ട്. കാരണം പഴയ കണ്ണട കേട് വന്നു. പുതിയ കണ്ണട ഞാൻ പവറും കാര്യങ്ങളൊക്കെ പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ കണ്ണട ഓർഡർ ചെയ്യും കൂടെ വേണം. അപ്പോൾ ആ ഷോപ്പിലൊക്കെ ഒന്ന് പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ പരിപാടി. അപ്പോൾ പോവാം. മൊബൈൽ നോക്കി വണ്ടി ഓടിക്കാം. എന്താ നോക്കണം? എന്നെ കൊണ്ട് നോക്കിപ്പിക്കും. മൊബൈൽ നോക്കി വണ്ടി ഓടിക്കും. വണ്ടി ഓടിക്കരുത്, ഞാൻ നോക്കി തരും ഇങ്ങനെ സിഗ്നലൊക്കെ വരുമ്പോൾ. അപ്പോൾ വിഷ്ണു ഓട്ടോ പൈലറ്റ് ഓടിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. എങ്ങനത്തെ സ്റ്റൈൽ ഡ്രസ്സാണ് എനിക്ക് വാങ്ങിക്കാൻ പോണേ വിഷ്ണു? നോക്കി വെച്ചിട്ടുണ്ടോ എന്തേലും? ഏത് കളറാണ്? ഏത് കടയാണ്? എന്നാ തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കി നോക്ക്, സമയം ഒരു 2:30 ആയിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ കണ്ണ് തുറന്നപ്പോൾ തൊട്ട് ഇങ്ങനെയാണ്. ഈ നവംബർ മാസം എനിക്ക് ഇഷ്ടമാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സംഗതി ഈ നവംബറിൽ ഈ ഒരു കാലാവസ്ഥയാണ്. പക്ഷെ ഡിസംബർ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി രസമാണ് കേട്ടോ. കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. നാളെ രാവിലെ ഏർലി മോർണിംഗ് പ്രദുവിന് കാറൊന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്താണ് സ്ഥലം കേട്ടോ. അപ്പോൾ പ്രദു ഇന്ന് സ്റ്റേ ചെയ്യാൻ വരും. ഗീതു വരുന്നില്ല എന്നുള്ള കുറച്ച് ഡിസ്കഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗീതുനൊന്ന് പുഷ് ചെയ്യാണ് വരാൻ വേണ്ടിയിട്ട്.
ഗീതുവിന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അത്യാവശ്യം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും വിഷ്ണുവും കൂടെ ഏകദേശം ഒരു 8-9 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രിപ്പിന് പോവുകയാണ്. ആ സമയത്ത് ഗീതുവിന് ഇഷ്ടംപോലെ മീ-ടൈം കിട്ടും. അപ്പോൾ തൽക്കാലം നമുക്ക് ഗീതുവിനെ ഒന്ന് പുഷ് ചെയ്യാം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഗീതു എന്റെ ഓഫർ കേൾക്കോ? ഗീതു വരുമ്പോക്ക് ഞാൻ ഡിന്നർ ഉണ്ടാക്കി വെക്കും. ഡിന്നർ വെള്ളപ്പവും കടലക്കറിയും. ഇല്ല, തരില്ല, ആ ഓപ്ഷൻ ഇല്ല. അത് കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോ ഗീതനെ ഞാൻ വിളിക്കേ ഇല്ല. സമയം പോലെ സൗകര്യമായിട്ട് എണീറ്റാ മതി. ഉച്ചക്കുള്ള ഡിന്നർ, ഉച്ചക്കുള്ള ലഞ്ച് ഞാൻ തരും. ഉച്ചക്കുള്ള ലഞ്ച് ഞാൻ തരും. വൈകുന്നേരത്തെ ഒരു കപ്പ് റിഫ്രഷിംഗ് ഡ്രിങ്കും ഞാൻ തരും. എന്റെ ഭാഗത്തുനിന്ന് ഒരു ശല്യം ഉണ്ടാവില്ല. ഞാൻ ആ സൈഡിലെങ്ങാനും മാറുന്ന വല്ല റീലോ വല്ല ഷോർട്സോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തോളാം. ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ട്. എന്റെ ശല്യം സഹിക്കാൻ വയ്യാന്നിട്ടാണോ വരാത്തത്? തോന്നലുള്ളതൊക്കെ നല്ലതാണ്. ഫ്ലൈറ്റ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി റെഡി നിൽക്കുന്നുണ്ടോ? എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ മറ്റേ ഫ്ലൈറ്റ് ഒക്കെ പോണ സമയത്ത് അമ്മ ഓടി പോയി നോക്കും ആകാശത്തില്. അമ്മ വന്ന സമയത്ത് ഇതൊന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത് കാണിക്കാനായി പറ്റിയില്ല. പൊതുവേ എനിക്കൊരാളെ നിർബന്ധിക്കാൻ ഒട്ടും സ്കില്ലാത്ത ഒരാളാണ് കേട്ടോ. അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പോൾ ഓക്കെ പറയും. പക്ഷെ അൽക്കേനെയും വിഷ്ണുവിനെയും ഒക്കെ എനിക്ക് ചില കാര്യങ്ങൾക്കൊക്കെ നിർബന്ധിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ഗീതുവിനെ ഇടയ്ക്കൊന്ന് നിർബന്ധിക്കാറുണ്ട്. നിർബന്ധം വലിച്ചോ ഇല്ലേ എന്നുള്ളത് അറിയില്ല, നമുക്ക് വൈകുന്നേരം അറിയാം. നമ്മളെന്തായാലും ആംസ്റ്റൽഫെയിൻ എത്തിയിട്ടുണ്ട്. ഇത് 3rd ഫ്ലോർ. കാര്യം എന്താണെന്നറിയോ? ഇന്ന് താൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ നിന്ന് ഒരു ഒപ്പീനിയൻ ഓർ സജഷൻ ഉണ്ടാവില്ല. താൻ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഇടുക. ഓക്കെ? താൻ ഷോപ്പ് ഡിസൈഡ് ചെയ്യണം, ഡ്രസ്സ് ഡിസൈഡ് ചെയ്യണം, സ്റ്റൈല് ഡിസൈഡ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇടും. ഓക്കെ? താൻ ഇടും ചെയ്യും. ഓക്കെ. ഈ ഒരു മരവും ആ ഒരു ജാക്കറ്റിൻ്റെ കളറും എല്ലാം കൂടെ നല്ല മാച്ചായിട്ട് പോണ പോലെയല്ലേ? നല്ലൊരു ഫ്രെയിം. അങ്ങനെ ഈ ഒരു ഫോൾ സീസണും കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോപ്പർ വിൻ്ററിലോട്ട് കിടക്കുക. ഓട്ടം വിൻ്റർ സമയത്ത് ഇവിടെ തുടങ്ങാൻ പറ്റിയൊരു കിഡ്ലൻ ബിസിനസ്സാണ് നമ്മുടെ വോളിബോൾ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞല്ലേ ഇതൊരു ഡച്ച് സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇവിടെ ഇതാകെ വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും വന്ന് വാങ്ങിച്ചു. ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടല്ല കേട്ടോ നമ്മൾ ഈ ഒരു 10-25 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഹോഫ്ഡോർപ്പിൽ നിന്ന് ആംസ്റ്റൽഫെയിൻ വന്നിരിക്കണേ. ഒരു കണ്ണട കഥനമായൊരു കഥ ഇതിൻ്റെ ബാക്കിൽ പറയാനുണ്ട്. കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ആഴ്ച വെയിറ്റ് ചെയ്യാൻ എന്നോട് അവിടെ. ഇവിടെ വിളിച്ചപ്പോൾ അവരെന്തോ ഒന്ന് വൈകുന്നേരം വരാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പവർ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 20 കൊല്ലം മുന്നെയാണ് ഞാൻ കണ്ണട വെക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അന്ന് തൊട്ടിട്ട് കണ്ണടയല്ലാതെ വേറൊരു സംഗതി ഞാൻ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ട് ലെൻസ് ഒന്ന് വെച്ച് പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ലുക്കാണോ? നോക്കൂ, എനിക്ക് കണ്ണട എടുക്കണം. അപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ 5ാം ക്ലാസ്സിൽ നിന്നാണ് കണ്ണട വെക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അന്ന് കണ്ണിന് ചെറിയ ഷോർട്ട് സൈറ്റ് വരിക, കണ്ണട വെക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു സംഗതിയാണല്ലോ. കണ്ണ് ടെസ്റ്റ് ചെയ്ത് ഷോർട്ട് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലോട്ടറി അടിച്ച ഫീലായിരുന്നു. പക്ഷേ ഏകദേശം ഒരു ഒരാഴ്ച മാത്രമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണട വെച്ചുള്ളൂ. അതിനുശേഷം എനിക്കത് മടുത്തു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാഗിൽ കൊണ്ടുനടക്കുന്നല്ലാതെ കണ്ണട ഞാൻ സ്ഥിരമായിട്ട് വെക്കുകയേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് പവർ കൂടുന്നൊരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. എല്ലാ കൊല്ലം 0.25 അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുക കുറയാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇപ്പം ഏകദേശം ഒരു 3-4 കൊല്ലമായിട്ടേ ഉള്ളൂ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണട വെക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. എനിക്ക് ഈ ആസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ പ്രശ്നം കൂടി ഉള്ളത് കാരണം കണ്ണട ഇപ്പോൾ ഞാൻ എന്തായാലും ഉപയോഗിക്കാറുണ്ട്. ഞാൻ എപ്പോഴും കണ്ണട വാങ്ങിക്കുമ്പോൾ വലിയ കണ്ണടയില്ലേ, മുഖത്തിൽ വലിയ കണ്ണടയാണ് ഞാൻ വാങ്ങിക്കാറ്. പക്ഷെ ഇത്തവണ ഒരു ചേഞ്ചിന് നമ്മളൊരു ചെറിയ കണ്ണടയാണ് എടുത്തിട്ടുള്ളത്. എങ്ങോട്ടാണ് നമ്മൾ പോണേ? ഞാനല്ല, നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, ഫുൾ താനാ തീരുമാനിക്കുക. നമ്മൾ എവിടെ പോകുന്നു, എന്തെടുക്കുന്നു, എത്ര രൂപയുടെ എടുക്കുന്നു, എല്ലാം തന്നെ തീരുമാനിക്കുക. എവിടെ പോണേ? ആംസ്റ്റൽഫെയിനിലുള്ള എല്ലാ കടകളും വിഷുവിന് അറിയാം അല്ലേ? അപ്പോൾ ഓപ്ഷൻസോ എനിക്കറിയില്ല. ഇവിടുത്തെ എല്ലാ കടയും തനിക്കറിയാം. ഇവിടെ സാറ ഉണ്ട്, H&M ഉണ്ട്, മാംഗോ ഉണ്ട്, പുറത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അല്ല, H&M പൂട്ടിയിട്ടോ ഇവിടുത്തെ. H&M ഇല്ല. പിന്നെ വീണ്ട്, അങ്ങനെ ഏതൊക്കെയുണ്ട്. നേരെ നോക്കിയപ്പോൾ കണ്ടത് സാറയായിരുന്നു. ആദ്യം നമുക്ക് സാറയിൽ കയറാം. വിഷ്ണു കുറേ നേരമായി ഒരേ ഏരിയ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. തൻ്റെ മൈൻഡിൽ ആക്ച്വലി ഒരു പാർട്ടി ഡ്രസ്സാണോ അതോ ഒരു വിന്റർ വെയർ ആണോ? വിന്റർ വെയർ. വേസ്റ്റ് ഓഫ് ടൈമോ? അതെനിക്കിഷ്ടമായിരുന്നു.
ഈ വീട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ റെഡ് എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇതൊരു ഇപ്പത്തെ എൻ്റെ ഹെയർ സ്റ്റൈലിന് പറ്റുന്നൊരു ഡ്രസ്സാണ്. പക്ഷെ വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടുള്ളതാണ്. വെരി സ്ട്രിക്റ്റ് ആണ്. ഉണ്ടോ? അലക്കാൻ പറ്റൂലോ. അത് വാഷ് ബാഗിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഫ്രീക്വന്റ് വാഷ് വെച്ചാ പോയി. എന്റെ സൈസ് ഏതാ? എക്സ്ട്രാ സ്മോളോ? ആ, എക്സ്ട്രാ സ്മോൾ ഓർ സ്മോൾ. ഇവിടെ എക്സ്ട്രാ സ്മോൾ ആവുന്ന എന്തുകൊണ്ടാണെന്നറിയോ? പൊതുവേ ഡച്ച് ആൾക്കാർ ഭയങ്കര വലിയ ആൾക്കാരല്ലേ. അപ്പോൾ സാധാരണ എനിക്ക് സ്മോൾ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത് എക്സ്ട്രാ സ്മോൾ ആവും. അത് കിഡ്സ് സെക്ഷനാണ്. എനിക്ക് ഇടയ്ക്ക് സാറ കിഡ്സിന്ന് ഡ്രസ്സ് കിട്ടാറുണ്ട് കേട്ടോ ചില സന്ദർഭങ്ങളിൽ. ഈ ഒരു ജാക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി, കിടിലാണ്. ട്രൈ ചെയ്ത് നോക്കിയാലോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഓവറാണ് യേശു. ഭയങ്കര ഒരു രാജകീയത. എൻ്റെയും വിഷ്ണുവിൻ്റെയും കല്യാണം ഉറപ്പിച്ച സമയത്ത് നമ്മളിങ്ങനെ കുറേ നേരം സംസാരിക്കുമല്ലോ ഫോണിലൂടെ. അപ്പോൾ നമ്മളിങ്ങനെ മുന്നത്തെ കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഞാൻ എൻ്റെ കോളേജ് ലൈഫിനെ പറ്റിയിട്ടും എനിക്കുണ്ടായിരുന്ന റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. വിഷ്ണുവിനോട് ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടൊന്ന് ചോദിച്ചൊരു കാര്യമായിരുന്നു, തനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലേന്ന്. കഥ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. തൽക്കാലം സാറേന്നൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ സാറേന്ന് ഇറങ്ങി. വിഷ്ണുവിന് സാറയിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് 1-2 ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അത് കുറച്ചും ഓവറാന്നാണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എടുത്തില്ല. നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് ചേട്ടാ പോകുന്നത്? അപ്പം നിർത്തിയത് എവിടെയായിരുന്നു? വിഷ്ണുവിന് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലേന്ന് ചോദിച്ച ഉടനെ ഇല്ലാന്നായിരുന്നു റെസ്പോൺസ്. ആ ഇല്ല ഞാനന്ന് മുഴുവൻ വിശ്വസിക്കുകയൊന്നും ചെയ്തിരുന്നില്ല കേട്ടോ. പരിചയപ്പെട്ടൊരു 3-4 മാസത്തിനുള്ളിൽ ആൾക്കാർ പറയുന്ന കാര്യം ഞാൻ എന്തിനു വെറുതെ വിശ്വസിക്കണം അല്ലേ? ഷോപ്പിങ്ങിൽ യു ഷുഡ് ഹാവ് ക്ലാരിറ്റി. ആ ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഗൂഗിൾ അല്ലെങ്കിൽ പിൻട്രസ്റ്റ് സഹായം തേടാം. തേടില്ല, സ്വന്തമായിട്ട് വിഷ്ണു കണ്ടുപിടിക്കും സ്റ്റൈൽ എന്നാണ് പറയണത്. അത് ലേഡീസ് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. പിന്നീട് നമ്മുടെ കോൺവെർസേഷനിൽ ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചുമ്മാ ഇങ്ങനെ വിഷ്ണുവിനെ കളിയാക്കും. പിന്നെ ഒരു റിലേഷൻഷിപ്പ് പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നതിനിടയിൽ അതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് വിഷ്ണു പറയുന്നത്. കല്യാണത്തിന് മുന്നേ വിഷ്ണുവിന് പ്രേമം ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതല്ലല്ലോ നമ്മുടെ ടോപ്പിക്ക്. എന്ത് ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത്? എന്ത് ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത്? മാംഗോ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ H&M ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരിപ്പോൾ H&M ഹോമൊക്കെ ആയിട്ട് കുറച്ച് വലുതാക്കി തുറക്കാൻ പോവാണോ? മാംഗോ എവിടെ? മാംഗോ ഇല്ല തോന്നണോ? ഇതേതാ കട? ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കും ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്താലോ? ആറ്റുനോട്ട് നമുക്ക് 2 പേർക്കും കൂടെ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഡാങ്ക്രീസ് ആയിരുന്നു. പക്ഷെ അത് എനിക്ക് സൈസ് ഇല്ല, അതുകൊണ്ട് അത് ഇടാൻ പറ്റിയില്ല. നമുക്ക് ആംസ്റ്റർഡാമിന് പോവാം. നമ്മൾ സ്റ്റൈൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആംസ്റ്റർഡാമിൽ തന്നെ ഒരു കടയുണ്ട്. അങ്ങോട്ട് പോലെ ഭയങ്കര ശബ്ദമല്ലേ ചുറ്റും കേൾക്കുന്നുണ്ടോ? വിഷ്ണു ആംസ്റ്റർഫെയിൻ വെച്ചിട്ട് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. വിഷ്ണുവിൻ്റെ സ്റ്റൈൽ സെൻസിന് മാച്ച് ചെയ്യുന്ന അത്രയും ഡ്രസ്സസ് ഇവിടെ ഇല്ല എന്നാണ് വിഷ്ണുവിൻ്റെ അഭിപ്രായം. അല്ല വിഷ്, നമുക്കൊരു വോളിബോളും കഴിച്ചാലോ? വേണ്ട. ഇവിടെ ഒരു മാഗസീൻ എന്ന് പറയുന്നൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അത് 5 മണി വരെ ഉള്ളൂ. അവിടെ കയറിയിട്ട് കഴിക്കാം. നല്ലൊരു ഷോപ്പാണ് കേട്ടോ ഇത്. ഇവിടെ കുറേ ബ്രാൻഡ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു ഔട്ട്ലെറ്റ് പോലെ വരുന്നുണ്ട്. സാധാ പ്രൈസിനേക്കാളും അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടാറ്. ആൻഡ് നല്ലതായിട്ടാണ് തോന്നാറ് എപ്പോഴും. ഇവിടെ നിന്നാണ് കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടോ? കുറേ കാലം മുന്നേ, എനിക്ക് തോന്നുന്നു 2-2.5 കൊല്ലം മുന്നേയുള്ള ഒരു വീഡിയോ. വിഷ്ണു ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് തന്നെ. അന്ന് ഇങ്ങനെ കടകൾ കയറി ഇറങ്ങി ഇവിടെ നിന്നാണ് നമുക്ക് അവസാനം ഒരു ഡ്രസ്സ് കിട്ടിയത്. ആ പച്ച നല്ല ഭംഗിയുണ്ടല്ലോ. ആ സ്കേർട്ടും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ട്രൗസർ അല്ലാതെ സ്കേർട്ടാ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഷോർട്സ് ഇടും, ബ്ലാക്ക്. അങ്ങനെ ബൂട്ട്സും കൂടെ നല്ല ഭംഗിയുണ്ടാവും തോന്നണം. ട്രൈ ചെയ്യട്ടെ. നമുക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടത് സൈസ് കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്ന് നമ്മൾ ഇത്രയും നേരം ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി എനിക്കൊരു ഡ്രസ്സ് ട്രൈ ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടായില്ല. ഇവരിട്ട് നിൽക്കുന്നത് സ്മോളാണ്. ഇത് ഊരി എടുക്കാൻ പറ്റുമോ നമുക്കൊന്ന് ചോദിച്ചു നോക്കി നോക്കാം. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രിൻസാണ് ഇതൊക്കെ കേട്ടോ. ഇത് മാത്രമല്ല, എനിക്ക് എനിമൽ പ്രിൻസും കുറച്ച് ബുദ്ധിമുട്ടാണ് ഉപയോഗിക്കാൻ. അതുകൊണ്ട് അതിൻ്റെ തീരെ ഇല്ലാത്ത പ്രിൻസാണ് എനിമൽ പ്രിൻസും. പിന്നെ നേരത്തെ കണ്ട പ്രിൻറ്റിനെ പറ്റി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റോറി. അതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് കുറേ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കുക അങ്ങനത്തെ കുറേ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നും വിഷ്ണുവിൻ്റെ ലൈഫിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് തരിക എന്നുള്ളത് വിഷ്ണുവിൻ്റെ ഒരു ഭയങ്കര വലിയ ടാസ്ക്കായിരുന്നു.
എനിക്കറിയില്ല കേട്ടോ, എന്നാലും എനിക്ക് തോന്നുന്നു നമ്മൾ ഗേൾസ് കുറേയും കൂടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കും. ബോയ്സിന് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടോ എന്നുള്ളത് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല കേട്ടോ. വിഷ്ണു പറയുന്നു വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് സർക്കിളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് പരിപാടി വിഷ്ണുവിന് ഭയങ്കര ടഫായിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടൊക്കെ. നേരെ മറിച്ച് നമുക്ക് ഈ ഗിഫ്റ്റ് പരിപാടിയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും വിഷ്ണുവിന് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ വിഷ്ണുവിന് ഇങ്ങനെ ഓരോരോ ചെറിയ കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടാണെങ്കിലും ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എന്നാലും ചുമ്മാ പറഞ്ഞതെന്നേ ഉള്ളൂ. എനിക്ക് വിഷ്ണു വാങ്ങിച്ചിരുന്ന 3ാമത്തെ ഡ്രസ്സാണ് കേട്ടോ ഇത്. ഒന്നൊരു ഡ്രസ്സ് 2 കൊല്ലം മുന്നേ വാങ്ങിച്ചെന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പോൾ അതെ ഈ ഒരു ബർത്ത്ഡേക്ക് ഞാൻ വിഷ്ണുവിനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഒരു ഡ്രസ്സ് എനിക്ക് വാങ്ങിപ്പിച്ചു. ഞാൻ ഈ ഡ്രസ്സ്, ഷൂ, ബാഗ് എന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു സ്പെസിഫിക് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. അങ്ങനെ ഫൈനലി നമുക്ക് ഡ്രസ്സ് കിട്ടി. ഒരു വിൻ്റർ വെയർ ആണ് എടുത്തത്. ആ ദിവസം ഇടാൻ കൂടുതൽ കംഫർട്ടബിൾ അതായിരിക്കും. ഇത്തവണ ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ബർത്ത്ഡേ ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സായിരിക്കും കൂടുതൽ കംഫർട്ടബിൾ. തൽക്കാലം നമുക്ക് ഒലീവ് ബോളം കഴിക്കാം. ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒരു ഒലീവ് ബോളൻ്റെ കട കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിക്കാതെ പോരെ ബുദ്ധിമുട്ടാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ഒരു സ്നാക്ക് ഒരിക്കലും സമ്മറിൽ ഹിറ്റാകാനുള്ള റീസൺ എനിക്കുണ്ട്. ഈ ഒരു നല്ല തണുപ്പത്ത് വന്നിട്ട് ഇത് കഴിക്കുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് നല്ല തണുപ്പുള്ള സമയത്ത് രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കില്ലേ, ആ ഒരു ഫീലാണ്. സമയം 5 മണി. ഇവിടെ കടകളെല്ലാം അടച്ചു തുടങ്ങി. സൺഡേ ഒരു 12 മണിക്ക് തുറന്നിട്ട് ഒരു 5 മണി വരെയാണ് കടകളുണ്ടായിരിക്കുക. വേറെ എല്ലാ ദിവസവും ടൈമിംഗ് അല്ല സൺഡേ. അപ്പോൾ തൽക്കാലം നമുക്കിനി വണ്ടിയും ചട്ടിയും പൊക്കണമൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. നമുക്ക് ആദ്യം ഇവിടെ തന്നെ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോകണം കേട്ടോ. അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. താങ്ക്സ് ഫോർ ദ ഡ്രസ് ബഡി. കാറ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേ വരുന്നത് ഇത്തവണ ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. വിഷ്ണു ലീവൊന്നും എടുക്കുന്നില്ല അന്ന്. കാരണം അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ ബാറ്റർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കുറച്ച് ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ആംസ്റ്റർഡാമിലുള്ള ഇന്ത്യൻ കടകളിൽ വിപുലീകരിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് കാര്യമായിട്ടുള്ളൊരു ഇന്ത്യൻ കട ഷോപ്പിംഗ് നമ്മൾ നടത്താറ്. ഞാൻ വാങ്ങിയിട്ട് വരാം. നമ്മൾ നേരെ വന്നിട്ടുള്ള ആൽബർട്ടൈൻ്റെ ഫ്രണ്ടിലാണ്. ആൽബർട്ടൈൻ കാണാത്തൊരു ദിവസം അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ വാങ്ങിയിട്ട് വരാം. തക്കാളി, നമ്മുടെ ഇന്നലത്തെ ഗ്രോസറി ഷോപ്പിങ്ങിൽ തക്കാളി വാങ്ങിക്കാൻ മറന്നു. തക്കാളി, മുട്ട, ഉപ്പ് തീർന്നിരിക്കണോ വീട്ടിലേ. 5 മിനിറ്റ് കൊണ്ട് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് പെട്ടെന്ന് നമ്മൾ ആൽബർട്ടൈനിൽ നിന്ന് ഇറങ്ങി. ഞാൻ പോയിട്ട് കുക്ക് ചെയ്യാൻ നോക്കട്ടെ. വിഷ്ണു ബാഗിൽ പടം വെച്ചിരിക്കുകയാണ്. പടം വെച്ച് വിഷ്ണു മോള് പോയി. എന്തിനാണ് ഇതെന്ന് അറിയില്ല. ടി വിക്ക് പോലും അറിയുന്നുണ്ടായിരിക്കില്ല ടി വി എന്തിനാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതെന്ന്. ആര് വന്നാലും ഫസ്റ്റ് റിമോട്ട് എടുത്തത് ഓണാക്കും. അതിനുശേഷമാണ് ബാക്കി പരിപാടിയൊക്കെ ഉള്ളൂ. ഇതാണ് കണ്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പാർസൽ. വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട് കേട്ടോ. ഇതുവരെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. നമ്മുടെ സെലിബ്രേഷനും കാര്യമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ സമാധാനത്തിലൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണെങ്കിൽ അൺബോക്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അച്ഛൻ പാക്ക് ചെയ്തതാണ്. ഇത് അറിയില്ല, ഞാൻ വേണമെങ്കിൽ മറ്റേ അരിവാളും മടാക്കത്തിയൊക്കെ എടുത്തിട്ട് വെട്ടി പൊളിക്കേണ്ടിരുന്നു തുറക്കണം എന്നുണ്ടെങ്കിൽ. അച്ഛൻ ഭയങ്കര കിടിലൻ പാക്കിംഗ് ആണ് ഈ പാർസലും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്യാറ് അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തുറക്കണം. ഇതിലെന്താ ഉള്ളതെന്നൊക്കെ കൃത്യമായി മുകളിൽ എഴുതിയിട്ട് മറ്റേ എന്താ പറയുക ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം അത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാതിരിക്കാൻ റീസൺ അതായിരുന്നു. തിരക്ക് മാത്രമല്ല, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിറയെ സാധനങ്ങളായിരിക്കും ഇതിലേ. ഇത് എവിടേക്കോ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ഒരു സമയം വേണ്ടേ. അതുകൊണ്ടാണ് ഇതുവരെ പൊട്ടിക്കാതിരുന്നത്. തൽക്കാലം ആദ്യം നമുക്ക് പോയിട്ട് രാത്രിക്കുള്ള ഡിന്നർ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്കത് അൺബോക്സ് ചെയ്യാം. എൻ്റെ പ്ലാൻ വെള്ളപ്പവും കടലക്കറിയായിരുന്നു. പക്ഷെ വെള്ളപ്പവും കടലക്കറി അത്ര എക്സൈറ്റിംഗ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ വെള്ളപ്പവും മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രതുവും ഗീതും വരുന്നതിൻ്റെ മുന്നേ, ഗീതു വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ പിന്നെ വിളിച്ചു വെച്ചിട്ടുള്ള. എന്തായാലും അതിന് മുന്നേ കുക്കിംഗ് എല്ലാം തീർത്ത് വെക്കാം. എന്നാൽ പിന്നെ ചുമ്മാ അവിടെ ഇരുന്ന് പടം കാണാൻ എന്തെങ്കിലും ചെയ്യാലോ. അല്ല, പടം കാണാൻ പറ്റില്ല, നമുക്ക് പാർസൽ അൺബോക്സ് ചെയ്യാനുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 2 കറികളാണ്. ഒന്ന് മുട്ടക്കറിയും പിന്നെ ഒന്ന് ചെറുപയറിൻ്റെ കറിയും.
ഒരു നാടകമൊക്കെ അരങ്ങേറിയായിരുന്നു. വരില്ല വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശല്യം കാരണം ഒന്നും വീട്ടിലിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രതു ഒറ്റയ്ക്ക് വന്ന് കേറി. ഞാൻ പ്രതിന് മെസ്സേജ് അയച്ചു, എന്നെ മറന്നു കൊടുത്തിട്ടോ. ഞാൻ അവിടെ ദൂരെ നിൽക്കും, കാരണം ഇതിന്റെ മുമ്പിലത്തെ പ്രതു വന്ന അഭിനയൊക്കെ കവറിലൊക്കെ നോക്കുന്നു ഗീത എവിടെയെന്നുള്ളപ്പോ. കവറിലോ ഞാൻ പിന്നെ റിങ് അടിക്കണ്ടെന്ന് വിചാരിച്ച അപ്പുറത്ത് വീട്ടിൽ പോയി നിൽക്കുവാ. ഭാഗ്യം പിന്നെ ഞാൻ വന്ന് മുട്ടി. ഇത് ടേസ്റ്റ് ചെയ്യൂ. എന്റെ വൈൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മധുരം കുറച്ച് കുറഞ്ഞു പോയി എന്നാണ് എല്ലാരും പറയുന്നത്. ഒഴിച്ചു തരുമോ ഇത്രയും? ഇത് അരിച്ചത് ശരിയാവാഞ്ഞിട്ടാണ്. അരിച്ചത് ശരിയാവാഞ്ഞിട്ടാണ്. അതിന്റെ അടിയിൽ കണ്ടില്ലേ സെഡിമെന്റ്സ് പോലെ. എങ്ങനെ തന്നെ അടിച്ചത്? ഞാൻ മറ്റേ ചായയുടെ അരിപ്പേര് മധുരം തീരല്ല. ഇത് റെസിപ്പി ഇവിടുത്തെ റെസിപ്പി നോക്കി മധുരം ഉണ്ടാവില്ലായിരിക്കും. അല്ല, അമ്മക്ക റെസിപ്പി. ഒരു ഒരു പോർട്ട് വൈൻ്റെ അത്ര മധുരമല്ല, പക്ഷെ ഒരു റെഡ് വൈൻ്റെ ഫീൽ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. ഇവിടുത്തെ ഒരു വൈൻ്റെ പോലെ അത് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയോണ്ടാ. അമ്മ എവിടെ ഉണ്ടാക്കിയത്? അമ്മ നാട്ടിലല്ല ഉണ്ടാക്കിയത്. പക്ഷേ നമുക്ക് മുട്ടക്കറിക്ക് പകരം ഗ്രീൻ പീസിന്റെ കറി ഉണ്ടാക്കായിരുന്നല്ലോ അല്ലേ? കൊടയില് ഞാൻ ഇതിൽ കേറിയിരിക്കുന്നു നല്ലത്. അതന്നെ വിഷ്ണുവിനും പറയാനുള്ളത്. അയ്യോ, ഭക്ഷണം കഴിപ്പിനും ക്ലീനിങ്ങിനും ഒക്കെ ശേഷം എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും ഒരു ഹൊറർ പടം കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് പടം കാണാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പടം കാണുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതെന്താണ് നിങ്ങളുടെ 3 പേരുടെയും ഹണിമൂൺ ആണോ? അപ്പുറത്ത് ഇത്ര അധികം സീറ്റ് ഉണ്ടായിട്ട് ഇവർ 3 പേരും കൂടെ ഒരു ചെയറില് ഇത്ര സ്ഥലം നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ വിഷ്ണു ഒക്കെ ഇരിക്കണത് അപ്പുറത്തെ 2 സ്ഥലമില്ല എന്നുള്ള അവസ്ഥയില. തിരക്കിനിടയിൽ നമ്മൾ പാർസൽ അൺബോക്സിങ് നാളത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറേ നേരം സിനിമ നോക്കി അവസാനം ഒരു സിനിമ കണ്ടുപിടിച്ച് നമ്മളെല്ലാവരും കൂടെ അതിരുന്ന് കണ്ട് ഇന്നത്തെ ഒരു ദിവസം അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മൾ ഇന്നലെ പോയി ഇന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടല്ലോ രാത്രി നമ്മുടെ കുക്കിങ്ങും ഫുഡ് കഴിപ്പും അതിനുശേഷം TV കാണാനുള്ള പ്ലാനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ എന്റെ പാർസൽ അൺബോക്സിങ് കുത്തിക്കേറ്റുണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇന്ന് ഇപ്പോ കാറെല്ലാം കിട്ടിയതിന് ശേഷം പ്രതുവും ഗീതും ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ട്. വിഷ്ണു സ്റ്റിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഭയങ്കര രാത്രി എന്ന് കേട്ടോ. സമയം 5 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് നമ്മുടെ ഈ പെട്ടി ഒന്ന് പൊട്ടിച്ച് കാലിയാക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും വെക്കേണ്ടടുത്ത് വെക്കാന്നുള്ളത്. കുറച്ച് പഴയ പാത്രങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനുണ്ട് കേട്ടോ. അതായത് നാട്ടില് പോയിട്ട് വരുമ്പോൾ ഞാൻ ഇഡ്ലി തട്ടൊക്കെ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പഴയ ഇഡ്ലി തട്ടെല്ലാം നമുക്ക് എടുത്ത് ഒഴിവാക്കാം. ഇതാണ് നമ്മുടെ കൊറിയർ വരുന്നത്. ഇത് 21-22 കിലോ ആണ് കേട്ടോ. ഞാൻ എങ്ങനെയാണ് കൊറിയർ അയക്കാറ് എന്നുള്ളത് ചോദിക്കാറില്ലേ. അപ്പോൾ ഞാൻ പല പല മെത്തേഡ് വഴി അയച്ചു നോക്കിയിട്ടുണ്ട്. കുറേ തവണ കുറേ കാര്യങ്ങൾ വഴി ഞാൻ അയച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ തവണ എപ്പോഴും അയച്ചിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ. ഇന്ത്യൻ പോസ്റ്റിൽ നിന്ന് നമുക്ക് നെതർലൻഡ്സ് പോസ്റ്റിലോട്ട് അയക്കുന്നത് പോലെയാണ് ഞാൻ അധികം അയച്ചിട്ടുള്ളത്. അത് ഒരു റീസണാണ് മെയിൻലി ഉള്ളൂ. കാരണം അതാണ് അച്ഛന് കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ സാധാരണ പോകുമ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം അവിടെ പോയിട്ട് അവരുടെ മുന്നിൽ നിന്ന് വേണ്ടോ നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് കിടിലമായിട്ട് ഇവിടെ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അച്ഛന്റെ പാക്കിംഗ് ആവുകൊണ്ട് തന്നെ എനിക്കിത് പൊട്ടിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇന്ന് ഞാൻ പൊട്ടിച്ചു തുടങ്ങിയ നാളെ തീരുള്ളൂ. കാരണം അത്രയും വലിയ ഒരു പാക്കിംഗ് ആയിരിക്കും. നല്ല ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പുറത്തുള്ളത്. ബുള്ളറ്റ് പോലും കടത്തി വിടുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായ ഒരു ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്. കാരണം ഇത്രയൊക്കെ രാജ്യങ്ങൾ താണ്ടി വരുന്ന ഒരു പാക്കേജ് അല്ലേ. അപ്പൊ ആർക്കും ഒരു സംശയം വേണ്ട എന്നുള്ള രീതിയിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എല്ലാം കൃത്യമായി എഴുതി 2 ഫോൺ നമ്പർ 2 സ്ഥലത്തേക്ക് കൊടുത്ത് അതിനുശേഷം എന്തൊക്കെ ഇതിന്റെ അകത്തുണ്ട്, ഓരോന്നിന്റെയും വില എത്രയാണെന്ന് കൃത്യമായി എഴുതിയ ഒരു സ്റ്റിക്കറൊക്കെ ഇതിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര വലിയ കത്തി ഇവിടെ കിട്ടിയുള്ളൂ. അരിവാളോ മടാക്കത്തിയോ ഒക്കെ വേണ്ടി വരും. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. ഇതോട്ട് തുറക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫയർ വെച്ച് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ തുറക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ അമ്മ വിളിച്ചു. പിന്നെ കുറച്ചു നേരം അമ്മ അടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ തുറക്കുന്നത്.
നമ്മളിവിടെ വന്ന ആദ്യത്തെ ഒരു കൊല്ലമില്ലേ, ഞാൻ കുറേ പാർസൽ അയപ്പിക്കുമായിരുന്നു കേട്ടോ. ഞാൻ അയപ്പിക്കുകയും ചെയ്യായിരുന്നു, പിന്നെ അച്ഛനിടയ്ക്ക് എനിക്ക് അയക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഫോണിലൊക്കെ സംസാരിക്കുന്ന ഇടയിലാണ് എനിക്കിവിടെ ഗ്രൈൻഡർ ഇല്ല എന്നുള്ള കാര്യമായൊരു വിഷമം എനിക്ക് വന്നത്. എന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷേ ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിലൊരു ഗ്രൈൻഡർ കിട്ടിയായിരുന്നു കേട്ടോ. അച്ഛൻ നാട്ടിൽ നിന്ന് വാങ്ങി എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൈൻഡർ പിന്നീട് അത്ര ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കാം പിന്നീട് അത്ര ഒരു വാത്സല്യം അച്ഛൻ കാണിച്ചിട്ടില്ല. ഇന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യേണ്ടിരുന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതൊന്ന് തുറക്കാന്ന് രാവിലെ തീരുമാനിച്ചാൽ മതിയായിരുന്നു. വെട്ടി തുറന്നു ഞാനങ്ങനെ അവസാനം. ഞാൻ തുറന്നു കഴിഞ്ഞപ്പോഴേ അച്ഛന് ഞാൻ ഒരു ഉപദേശമായിരിക്കരുത് അച്ഛാ, പക്ഷെ എന്നാലും ഞാൻ പറയണ ഇതിന്റെ കോഴ്സിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തോട്. കാരണം ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഓരോരോ ഡ്രസ്സും വളരെ അടിപൊളിയായിട്ട് ഓരോരോ ഡിഫറെൻറ്റ് കവറിലൊക്കെ വെച്ച് പാക്ക് ചെയ്ത് അനങ്ങാത്ത രീതിയിലാണ് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. ഓരോരോ ചെറിയ ഗ്യാപ്പിലും നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുക എന്നൊക്കെ പറയില്ല, അത്രയും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും സംഗതി അനങ്ങില്ല, ആ രീതിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഗ്യാപ്പിലും ഉണ്ടല്ലോ അനങ്ങാത്ത രീതിയിൽ ഇതൊക്കെ ഉണ്ട്. ഇത് ഒരു പെയിൻ ചീർപ്പ്. ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ പെയിൻ ചീർപ്പില്ല തോന്നണമെന്ന്. അപ്പോൾ എന്തിനാണെന്നറിയില്ല, അമ്മ എനിക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി ഇൻ കേസ് എപ്പോഴെങ്കിലും തലയിൽ പെയിൻ വന്നാലോ എന്ന് വിചാരിച്ച് കൊടുത്തയച്ചാൽ തോന്നുന്നു. ഈ കോൺവെർസേഷനിടയിൽ ഓരോ കാര്യങ്ങളൊക്കെ അവർ പിടിച്ചെടുക്കുന്നതേ എൻ്റെ പൊന്നളിയാ. അപ്പോൾ എന്തായാലും ഇവിടെ അനങ്ങാത്ത രീതിയിൽ കൈ വരെ ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെയാണ് ഫുൾ പാക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഓരോന്ന് പുറത്തെടുക്കും. നാട്ടിൽ നിന്ന് വാങ്ങിയ സൽവാറായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് ഇത്തവണ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 2 ചെരുപ്പുണ്ട്. ഇത് ഞാൻ അവിടെ ഇടാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയതായിരുന്നു, പക്ഷെ അവിടുന്ന് ഞാൻ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അവിടുന്ന് ഇടാതെ ഇങ്ങോട്ട് എനിക്ക് പെട്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് ഇങ്ങോട്ട് നമ്മൾ കൊറിയർ അയപ്പിച്ചു. ഞാനിത് അയക്കേണ്ട, അവിടെ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇടാന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു. പക്ഷെ എല്ലാം ഇവിടെ ഭദ്രമായി എത്തിയിട്ടുണ്ട്. പൊടികളുണ്ട്, കുറച്ച് പൊടികളൊക്കെ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ കൊണ്ടുവരാത്ത പൊടികൾ, എനിക്ക് കൊണ്ടുവരാൻ പറ്റാതിരുന്ന പൊടികളൊക്കെയാണ് ഇത്. മഞ്ഞപ്പൊടിയാണ്, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കണ പൊടിയാണ് കേട്ടോ. പിന്നെ അനങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ ഇടയിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ബ്ലൗസാണ്. ഞാൻ വരുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് എനിക്ക് കുറച്ച് ബ്ലൗസുകൾ വേണം എന്നുള്ളൊരു ബോധോദയം ഉണ്ടായത്. അപ്പം അതിനു വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബ്ലൗസസ് ഒക്കെയാണ് ഇത്. പിന്നെ ഇത് കൊടംപുളി. ഇത് എനിക്ക് ചിരട്ടപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിട്ടല്ല, പക്ഷെ എന്നാലും ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്തവണ പോയപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിരട്ടപ്പുട്ട്. പിന്നെ ഇതൊക്കെ സാരിയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിലെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ച് എനിക്കിവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ എല്ലാ തവണയും നാട്ടിൽ പോയാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇനി ഈ കാര്യങ്ങളൊക്കെ വേണമെന്ന് വിചാരിച്ചാൽ കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു 1-1.5 കൊല്ലം എടുക്കുമെന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ഒരു ആക്രാന്തം വരാനുണ്ട്, എന്തൊക്കെ വാങ്ങിക്കണം, ഇനി ഇതൊന്നും അവിടെ കിട്ടില്ലല്ലോ. ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു തോന്നലാണ്, കിട്ടിയില്ലല്ലോ ഉള്ളത്. അതിൻ്റെ മുകളിൽ വാങ്ങിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ. ഇതൊക്കെ മുഴുവൻ അത്ര അത്യാവശ്യം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഇതും ഒരു കൊടമ്പുളുടെ പാക്കറ്റ് തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ സെക്യൂർ ചെയ്യാൻ വേണ്ടി വെക്കുന്ന സംഗതികളാണ് കേട്ടോ. ഇത് ഏലക്ക. എത്ര കുറച്ചത്, ഇത് ഏലക്കൊന്നും ഞാൻ പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴോ പറഞ്ഞു ഇവിടെ സ്പൈസസിന് ഭയങ്കര വിലയാണ് എന്നുള്ളത്. അപ്പോൾ കുറച്ച് നല്ല ഏലക്ക. വീട്ടിലെ ഏലക്ക പാക്ക് ചെയ്യുമ്പോഴായിരിക്കും അമ്മയ്ക്ക് സംശയം വന്നിട്ടുണ്ടായിരിക്കും ഏലക്ക ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ വീട്ടിലെ ഏലക്ക ബാക്കി എനിക്ക് കൊടുത്തയച്ചാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പെയിൻ ചീർപ്പ്, കുറച്ചും കൂടെ ഏലക്കുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് ഏലക്ക എനിക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് വെക്കുന്ന ഒരു സമയം കഴിഞ്ഞപ്പോൾ കാർഡ്ബോർഡ് തീർന്നു പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അച്ഛൻ ഏലക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് മല്ലിപ്പൊടിയാണിത്. പിന്നെ ഇതെൻ്റെ ഒരു മരുന്നാണ് കേട്ടോ. നാട്ടിൽ പോയ സമയത്ത് എനിക്കിപ്പോൾ ഷോൾഡർ പെയിൻ ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ. മരുന്ന് കൈ പിടിച്ചപ്പോൾ ഷോൾഡറിനൊരു വേദന. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് ഒരു കോഴ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. പക്ഷെ എന്നാലും പിന്നെ സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും അമ്മയ്ക്ക്, ഇവിടെ മുഴുവൻ തികഞ്ഞില്ലെങ്കിൽ രണ്ടാമതൊരു പെരടി വേദന വന്ന് എന്ത് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി കൊടുത്തയച്ചതാണ്. പിന്നെ ഇത് ഉരുളിയാണ്. ഉരുളി എന്തിനു ഞാൻ കൊണ്ടുവന്നു ചോദിച്ചു കഴിഞ്ഞാൽ,
ഈ പറഞ്ഞതുപോലെ എനിക്കൊരു കൃത്യമായൊരു മറുപടി അതിനു വേണ്ടി എനിക്കില്ല. ചെറിയൊരു പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിവിടെ സെയിൻറ്റ് മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെലിബ്രേഷൻ നടക്കുന്ന ദിവസമാണ് കേട്ടോ. സെലിബ്രേഷൻ ആണോ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുഞ്ഞു പിള്ളേർ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുഞ്ഞു മക്കളൊക്കെ വന്ന് ബെല്ലടിച്ച് അവർ കയ്യിലൊരു വെളിച്ചം പോലത്തെ സംഗതിയൊക്കെ ഉണ്ടാക്കി അവർ അതിൻ്റെ പാട്ടൊക്കെ പാടും. നമ്മളവർക്ക് മിഠായി കൊടുക്കണം. ഞാൻ ഡേറ്റ് പറ്റ വിട്ടുപോയി. സഞ്ചേട്ടനോ അമ്മുച്ചേച്ചോ ദീപച്ചേച്ചോ ആരും പറയും ചെയ്തില്ല. കാരണം പിള്ളേരുള്ളപ്പോഴാണോ നമ്മളിതൊക്കെ ആലോചിക്കുക. അപ്പോൾ എന്താ, ഈ പിള്ളേർ വന്ന് പാട്ടൊക്കെ പാടി കൈ നീട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ മിഠായി ഇല്ല കൊടുക്കാൻ. എന്തോ ഭാഗ്യത്തിന് ഓടി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മിഠായികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതെടുത്ത് ഞാൻ കൊടുത്തു. ഇപ്പം ഞാനും ഇഷ്ടം കൂടെ ആൽബർട്ടായി. ഈ ഒരു പണി എനിക്ക് 2 കൊല്ലം മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ ഒരു സെയിൻറ്റ് മാർട്ടിൻ ഡേറ്റ് നമുക്ക് അത്രയൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ഓടി വന്ന ആൽബർട്ടൈനിൽ നോക്കിയപ്പോൾ മിഠായി ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമുക്ക് കുറച്ച് മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ട്. മാക്സിമം രക്ഷിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും നടന്നില്ല. ഇതൊരു നല്ല ഭംഗിയുള്ള ഒരു ക്ലേ പോട്ടായിരുന്നു കേട്ടോ. ഇതിനറിയോന്നാവോ, നല്ല ഭംഗിയുള്ളൊരു ക്ലേ പോട്ടായിരുന്നു. ഇതിൻ്റെ അടപ്പ് മാത്രം ബാക്കിയുണ്ട് തോന്നണം. ഞാൻ വെച്ചിങ്ങനെ യോഗേർട്ട് ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ തൈരിട്ട് വെക്കാനോ ഒക്കെ നല്ലൊരു ക്ലേ പോട്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥയായി. പാത്രത്തിന് യാതൊരുവിധ സ്ക്രാച്ചും വരാതിരിക്കാൻ നമ്മൾ 2-3 കോട്ടിങ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ആ ശബ്ദം വരുന്ന ആ ഇഡ്ലിയുടെ സാധനമില്ലേ, അതായത് എനിക്കത് അത്ര എൻ്റെ ഒരു പെർസെപ്ഷൻ അല്ല. പക്ഷെ എന്നാലും നമ്മളതാണ് വാങ്ങിയത്. ഇനി ഇതെല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ഞാൻ ഇന്ന് തന്നെ ചെയ്യാം. മാറ്റി മാറ്റി വെച്ചാൽ കുറേ നീണ്ടുപോകും. അപ്പോൾ ആദ്യം ഞാൻ ഈ ഡ്രസ്സെല്ലാം ഒന്ന് മടക്കി നമുക്ക് മുകളിൽ കൊണ്ടുവയ്ക്കാം. പിന്നെ ഈ വന്ന പൊടികളെല്ലാം നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ച് മുറുക്കി വെക്കണേ. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ വന്ന് സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടും ഞാൻ പേര് എഴുതിയൊക്കെ വെക്കാൻ മറന്നതുകൊണ്ട് ഏത് പൊടിയാണ് ഏതാന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് മണത്ത് നോക്കി മനസ്സിലാവാത്തൊരവസ്ഥയായി. കാരണം കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിയുടെ ഭയങ്കര മണമൊക്കെ പോകുമല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇത്തവണ വേണ്ട. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഓരോ എന്താ പറയുക കണ്ടെയ്നേഴ്സിലും പേരൊക്കെ എഴുതി വെക്കാം. പിന്നെ മുന്നത്തെ തവണ എൻ്റെ കണ്ടെയ്നർ അത്ര ഒരു എയർ ടൈറ്റ് ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇത്തവണ ഞാൻ അങ്ങനത്തെ നല്ല അടിപൊളി കുപ്പികളൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിയതാണ് നമ്മുടെ എക്സ്ട്രാ വരുന്ന സ്പൈസസും പൊടികളും എല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. മുന്നേ ഞാൻ വലിയ സ്റ്റോറേജ് ബോക്സിലായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്ന് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ സിസ്റ്റം ഇങ്ങനെയൊന്ന് മാറ്റിയത്. എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ക്ലീനിങ് കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി, ടാറ്റാ. അയ്യോ, ഒരു മിനിറ്റ് പോവല്ലേ. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഞാനും വിഷ്ണുവും കൂടെ ഈ വരുന്ന ശനിയാഴ്ച രാവിലെ ഇറ്റലിയിലോട്ട് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇറ്റലി പോകുന്നത് കേട്ടോ. നമ്മൾ വേറെ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവസാനം അവിടെ ഒന്നും വേണ്ട, ഇറ്റലി തന്നെ പോകാൻ തീരുമാനിച്ച് അങ്ങോട്ട് പോവുകയാണ്. ടിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനമായിട്ടുള്ള കുറച്ച് ബുക്കിങ്സും കൂടെ നമ്മളൊന്ന് തീർക്കുകയാണ്. ഞാനും വിഷ്ണുവും കൂടെ ഒരുമിച്ചിരുന്ന് ബുക്ക് ചെയ്യുന്ന സമയം വളരെ കുറവാണ് കേട്ടോ. കാരണം എനിക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് തീരുമാനമാവും. ടിക്കറ്റ് കണ്ടുപിടിക്കലും ഹോട്ടൽസ് കണ്ടുപിടിക്കലും എല്ലാം. വിഷ്ണുവിനൊരു ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചാൽ പുള്ളി അതിൻ്റെ മുകളിലിരുന്ന് ആലോചിച്ച് 2-3 ദിവസം എടുത്തിട്ടാണ് ബുക്ക് ചെയ്യുക. അത് കാണുമ്പോൾ എൻ്റെ കുരു പൊട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓപ്ഷൻസ് കണ്ടുപിടിച്ച് വിഷ്ണുവിന് അയച്ചു കൊടുക്കും. പിന്നെ വിഷ്ണു 2-3 ദിവസം ഇരുന്ന് ആലോചിക്കട്ടെ. അപ്പോൾ അത്രയൊക്കെയാണേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ടാറ്റ, സസ്നേഹം, തനി മലയാളി, ബൈ.